മദ്യപിക്കും കേരള നാട്ടിൽ മദ്യമൊഴുക്ക് തുടർക്കഥയായി. ചാലക്കുടിയും കരുനാപ്പള്ളിയും ഗിന്നസ് ബുക്കിൻ മത്സരമാണേ. പൊന്നോമനയുടെ ചോറൂണാട്ടെ, അപ്പൂപ്പനുടെ 16 മദ്യം മദ്യം സർവേ മദ്യം അടിച്ചു പൂസായി കേരള മക്കൾ. ആന എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തുന്നിടത്ത് ഈ കൂത്തുകാരൻ എന്താ കാര്യം എന്നാവും നിങ്ങൾ ചിന്തിക്കുക. എന്നാ കാര്യമുണ്ട്. നമ്മുടെ നാടും നാട്ടാരും ഒരുപാട് അങ്ങോട്ട് മാറിയിരിക്കണു. മദ്യം അങ്ങോട്ട് ഒഴുകല്ലേ കേരളത്തില്. കുഞ്ഞിന്റെ നൂലുകെട്ടായാലും അപ്പൂപ്പന്റെ 16 മദ്യമില്ലാതെ പറ്റില്ല എന്നായിരിക്കണു. നമുക്ക് മദ്യം കാരണം വിഷമിക്കുന്ന ഒരു കുടുംബത്തെ അങ്ങോട്ട് കാണാം. എടാ, സാമൂഹ്യ പാഠം പഠിച്ചത് മതി. ഇനി സയൻസ് പുസ്തകം എടുത്തു വെച്ച് വായിച്ചേ. കടൽവെള്ളം വറ്റിച്ചാൽ ഉപ്പായി മാറുന്നു, കടൽവെള്ളം വറ്റിച്ചാൽ ഉപ്പായി മാറുന്നു, കടൽവെള്ളം വറ്റിച്ചാൽ ഉപ്പായി മാറുന്നു. കടൽ വെള്ളമല്ല, ഇനി ഏത് ഡാം വറ്റിച്ചാലും ശരി ഈ ഉപ്പായി മാറാൻ പോണില്ല. ഉപ്പായി നാളെയും കുടിക്കും, മറ്റന്നാളും കുടിക്കും. നീയോ നിന്റെ എറണക്കെട്ട തള്ളയോ വിചാരിച്ചാലൊന്നും ഉപ്പായി മാറില്ലടാ. മനുഷ്യനെ, നിങ്ങളുടെ ഒടുക്കത്തെ കുടി കാരണം ഈ ചെക്കന്റെ പഠിത്തം വരെ തൊലഞ്ഞു പോയി. എടാ മോനെ, നീ ഉപ്പായിനെ മാറ്റാനൊന്നും പോണ്ട. ആ ഹിന്ദി പുസ്തകം എടുത്തു വെച്ച് വായിച്ചേ. എടാ എടാ എടാ, നീ 6ാം ക്ലാസ്സിലായപ്പോ തന്നെ അപ്പനെ വെച്ചേക്കത്തില്ല എന്നാ ഇക്കണക്കിന് അടുത്ത വർഷം നീ കുടുംബത്തെ തന്നെ വെച്ചേക്കത്തില്ലല്ലോടാ. അന്നീ ലണ്ടൻ ബ്രിഡ്ജ് പണിയാൻ ഇന്ത്യയിൽ നിന്നാ ഒരിക്കൽ ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. എടാ, വലിയ തുറ പാലം എവിടാ? പെരുമൺ പാലമോ? അതുപോലെ ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടനിൽ. കേട്ടോടാ പോത്തെ. നീ പോടി ചൂലേ. ചന്തിക്ക് 4 പെട തന്നാലുണ്ടല്ലോ നിനക്ക് താനേ മനസ്സിലാവും മുറിഞ്ഞ പാലം എവിടാന്ന്. ഈ ചെക്കന് യാതൊരു ഉയർച്ചയും ഉണ്ടായില്ലെന്ന് ആ ജോത്സ്യം പറഞ്ഞ് അത് നിങ്ങളുടെ ഒടുക്കത്തെ കുടി കാരണോ? അത് നിന്റെ കുറ്റമാ. ഇവനെ ഒരു ദിവസം മുമ്പോ പറയാൻ മേലായിരുന്നോ നിനക്ക്? എന്നാമത്തെ മനുഷ്യനെ, അതും എന്റെ കുറ്റമോ? ഇന്ത്യ റോക്കറ്റ് വിക്ഷേപിച്ച അന്നല്ലേ നീ ഇവനെ പെറ്റിട്ടത്. പിന്നെ എങ്ങനെ വരാനാ? നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് തൊട്ട് കിടക്കേന്ന് എണീക്കുമ്പോ നിങ്ങളുടെ തല വടക്കോട്ടിരിക്കും. പിന്നെ ചെക്കൻ തലറിയാതെ എങ്ങനെയാ? കണ്ടില്ലേ ഒരു കുടുംബം പെടുന്ന പാട്. വെറുതെ ആണോ ഒരു സരസൻ നമ്മുടെ പ്രമാദമായ മുല്ലപ്പെരിയാർ ഡാം പ്രശ്നപരിഹാരം കണ്ടെത്തിയത്? ഡാമിലെ വെള്ളത്തിൽ അത്ര തന്നെ അളവിൽ ബ്രാൻഡി കലക്കുക. കേരളീയർ കുടിച്ചു വറ്റിച്ചോളൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇപ്പോ എല്ലാരും ബിസിയാ, തിരക്കോട് തിരക്ക്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരം നമ്മെ എവിടെ എത്തിച്ചു നോക്കാം. ഇതാ ഒരു ബിസി കുടുംബം. ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല അല്ലേ? എങ്ങനെ കാണും? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരികളെയൊക്കെ നിങ്ങളുടെ സ്വഭാവം കാരണം പറഞ്ഞിടേണ്ടി വന്നില്ലേ? നിന്റെ സ്വഭാവത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. മോളകത്തുണ്ട്, ഫുൾ ടൈം ക്ലബിലും പാർട്ടിയിലും. നിന്നോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പോണു. വൈകിട്ടും ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ക്ലബിൽ ഇന്നും ഒരു പാർട്ടിയുണ്ട്. രാജേഷ്, ഇന്നും ഇവിടെ ആരുമില്ല. രാജേഷ്, നീ എപ്പോഴാ വരുന്നേ? വേഗം വരണം കേട്ടോടാ. Darling, you're such a sweetheart. Mwah. Rajesh, you have a never smiling face.
സീരിയസ്. അതങ്ങനെ കുളിക്കൂടെ രാജേഷ്? വെറുതെ അല്ല ആ വിദ്വാൻ ഈ പാട്ട് പാടിയത്. വൈദീസ്കൊലവരി 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 വൈദീസ്കൊലവരി. നദികളായിരുന്നു സംസ്കാരങ്ങളുടെ ഉറവിടം. ഇപ്പെന്താ, ആ നദീജലത്തിന് വേണ്ടി തന്നെയാ ദേശങ്ങൾ തമ്മിൽ തർക്കം. കണ്ടില്ലേ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ? നാളത്തെ മുല്ലപ്പെരിയാർ ജാഥയിൽ പാടാൻ ഞാനൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്ക്. ഡാമുതിന്ന മണ്ണിൽ നിന്നൊലിച്ചു പോകും മക്കളെ, വേദനയിൽ 100 വീടുകൾ നശിക്കവേ. നോക്കുവിൻ ജനങ്ങളെ, നിങ്ങൾ പാർത്ത ജില്ലകൾ, കായലിൽ കയറുകൊണ്ടെഴുതി വെച്ച മാർക്കുകൾ. ഡാനിയ, നില്ല്. ഞങ്ങളുടെ സർക്കാരിനറിയാം എന്ത് ചെയ്യണമെന്ന്. നിന്റെ ഉണക്ക കവിതയൊന്നും ഇവിടെ എടുക്കണ്ട. ഞങ്ങളായിരുന്നു ഇപ്പൊ ഭരിച്ചെങ്കിൽ പുതിയ ഡാം എപ്പോഴേ കെട്ടിയേനെ. പറയുന്ന കേട്ടതൊന്നും കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച LTT ആണെന്ന്. 5 വർഷം ഭരിച്ചിട്ട് എന്തായി? കുറെ ഇടിച്ചു നിലത്ത് നടത്തിയതല്ലാതെ പുതുതായിട്ടൊന്നും നിർമ്മിച്ചതായി ഇവിടെ ആരും കണ്ടില്ലല്ലോ. அண்ணே, நீங்க எதுக்காக சண்டை போடுறேன்? டேமில் தண்ணி எங்களுக்கு தான் சொந்தம். இங்க எதுக்காக தண்ணி? கேரளத்துக்கு தேவையான காய்கறி எல்லாமே எங்களோட ஊரில் தானே வருகிறது. നീ പോടാ പാണ്ടി. കേരളവും ബംഗാളും ബുദ്ധിജീവികളുടെ നാടാണ്. ഞങ്ങളിവിടെ പുതിയ ഡാം പണിയുകയും ചെയ്യും, നിന്റെയൊക്കെ വെള്ളം കൂടി മുട്ടിക്കുകയും ചെയ്യും. നദികൾ ദേശസാൽക്കരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉടലെടുക്കില്ലായിരുന്നു. ജലം ജീവന്റെ നിലനിൽപ്പിന് അവിഭാജ്യ ഘടകമാണ്. അത് ലഭ്യമാകുക തന്നെ വേണം. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ. വെറും രാഷ്ട്രീയ പ്രഹസനങ്ങളല്ലാതെ ജനനന്മയ്ക്ക് വേണ്ടി ഇവിടെ എന്താണ് നടക്കുന്നത്? ഹായ്, എന്താ കഥ? വെള്ളം കിട്ടിയില്ലാച്ചാല് 3 ജില്ലകള് പഷ്ണി കിടന്ന് മരിക്കും. അല്ലാച്ചാലോ അണ പൊട്ടി 3 ജില്ലകള് വെള്ളത്തിൽ മുങ്ങി മരിക്കും. ശിവ ശിവ.